ദിനവൃത്താന്തം 1-ാം പുസ്തകം അധ്യായം 24. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകൾ. അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലിയാസാർ, ഈഥാമാർ. നാദാബും അബീഹൂയും അവരുടെ പിതാവിനു മുമ്പ് മരിച്ചുപോയി. അവർക്ക് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എലിയാസാരും ഈഥാമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലിയാസാരിന്റെ പുത്രന്മാരിൽ സാദോക്ക്, ഈഥാമാരിന്റെ പുത്രന്മാരിൽ അഹിമേലേക്ക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈഥാമാരിന്റെ പുത്രന്മാരുള്ളതിനേക്കാൾ എലിയാസാരിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതിനാൽ എലിയാസാരിന്റെ പുത്രന്മാരിൽ 16 കുടുംബത്തലവന്മാരും ഈഥാമാരിന്റെ പുത്രന്മാരിൽ 8 കുടുംബത്തലവന്മാരുമായി വിഭാഗിച്ചു. എലിയാസാരിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ നേതാക്കന്മാരും ദൈവാലയത്തിന്റെ പ്രഭാരികളും ഉള്ളതുകൊണ്ട് അവരെ വ്യത്യാസം കൂടാതെ നറുക്കിട്ട് വിഭാഗിച്ചു. ലേവ്യരിൽ നഥനീയേലിന്റെ മകനായ ശമയാ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബ്യാഥാരിന്റെ മകനായ അഹിമേലേക്കിനും പുരോഹിതരുടെയും ലേവ്യരുടെയും കുടുംബത്തലവന്മാർക്കും മുമ്പാകെ ഒരു പിതൃഭവനം എലിയാസാരിനും മറ്റൊന്ന് ഈഥാമാരിനുമായി നറുക്കുവന്നത് എഴുതി വച്ചു. ഒന്നാമത്തെ നറുക്ക് യഹോയാദായ്ക്കും, രണ്ടാമത്തേത് യദോയായ്ക്കും, മൂന്നാമത്തേത് ഹരോമിനും, നാലാമത്തേത് ഷെയോരീമിനും, അഞ്ചാമത്തേത് മൽക്കിയായ്ക്കും, ആറാമത്തേത് മിയാമിനും, ഏഴാമത്തേത് ആക്കോസിനും, എട്ടാമത്തേത് അബിയായ്ക്കും, ഒൻപതാമത്തേത് എലീശായ്ക്കും, പത്താമത്തേത് ശബന്യായ്ക്കും, 11ാമത്തേത് എലീശാഫിനും, 12ാമത്തേത് എലിയാക്രാബിനും, 13ാമത്തേത് ഹുപ്പയ്ക്കും, 14ാമത്തേത് അഹസ്യായ്ക്കും, 15ാമത്തേത് ബഗ്ലയ്ക്കും, 16ാമത്തേത് ഇമ്മേരിനും, 17ാമത്തേത് അഹസ്യായ്ക്കും, 18ാമത്തേത് ഹബീസേപ്പിനും, 19ാമത്തേത് പെദഹ്യായ്ക്കും, 20ാമത്തേത് ഹസ്കിയേലിനും, 21ാമത്തേത് യാക്കീനും, 22ാമത്തേത് ഗാമൂലിനും, 23ാമത്തേത് ദലായായ്ക്കും, 24ാമത്തേത് മയസ്യായ്ക്കും വന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവരുടെ പിതാവായ അഹറോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായി ദൈവാലയത്തിലേക്ക് അവർ വരേണ്ട ക്രമം ഇതായിരുന്നു. ശേഷം ലേവി പുത്രന്മാരോ അമ്രാമിന്റെ പുത്രന്മാരിൽ ശുബായേൽ, ശുബായേലിന്റെ പുത്രന്മാരിൽ യഹ്ദേയ, രഹബ്യ, രഹബ്യായുടെ പുത്രന്മാരിൽ തലവൻ ഗിഷ്യ, ഇസ്ഹാര്യരിൽ ശെലോമോത്ത്, ശെലോമോത്തിന്റെ പുത്രന്മാരിൽ യഹത്ത്, എബ്രോന്റെ പുത്രന്മാർ യെരിയ തലവൻ, അമര്യ രണ്ടാമൻ, യഹസിയേൽ മൂന്നാമൻ, യക്കമേയ നാലാമൻ. ഉസിയേലിന്റെ പുത്രന്മാർ മീഖ, മീഖായുടെ പുത്രന്മാർ ഷാമീർ, മിഖായുടെ സഹോദരൻ ഇഷ്യ, ഇഷ്യായുടെ പുത്രന്മാരിൽ സെഖര്യ. മെരാരിയുടെ പുത്രന്മാർ മഗ്ലി, മൂഷി,
യയസ്യായുടെ പുത്രന്മാർ ബെനോ മെരാരിയുടെ പുത്രന്മാർ. യയസ്യായിൽ നിന്ന് ഉത്ഭവിച്ച ബെനോ ഷോഹാം, സക്കൂർ, ഇബ്രി, മഗ്ലിയുടെ മകൻ ഏലിയാസാർ. അവന് പുത്രന്മാർ ജനിച്ചില്ല. കീശിന്റെ പുത്രന്മാർ യെരഹയേൽ, മൂഷിയുടെ പുത്രന്മാർ മഗ്ലി, ഏദർ, യെരീമോത്ത്. ഇവർ പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ. അവരും അഹരോന്റെ പുത്രന്മാരായ അവരുടെ സഹോദരന്മാരെ പോലെ തന്നെ. ദാവീദ് രാജാവിൻ്റെയും സാദോക്കിൻ്റെയും അഹീമേലെക്കിൻ്റെയും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവനത്തലവന്മാരുടെയും മുമ്പാകെ അതത് പിതൃഭവനത്തിൽ ഓരോ തലവൻ അവനവൻ്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.